ആടുജീവിതത്തിലെ യഥാർത്ഥ നായകൻ നജീബ് ഏറെ കാലത്തിനു ശേഷം മരുഭൂമിയിലെ പൊള്ളലിലേക്ക്. UAE സന്ദർശനത്തിന് കുടുംബസമേതമെത്തിയ അദ്ദേഹം അജ്മാൻ മരുഭൂമിയിലെ മസ്ര സന്ദർശിച്ചു. ഏറെ നേരം മസ്രയെയും ആടുകളെയും നോക്കി നിന്നപ്പോൾ പോയ കാലത്തെ തീക്ഷ്ണമായ ഓർമ്മകൾ നജീബിൻ്റെ കണ്ണു നനയിച്ചു. സൗദിയിലെ മരുഭൂമിയിൽ താൻ അനുഭവിച്ചതുമായി താരതമ്യം ചെയ്താൽ UAEയിലെ മസ്രകളിലെ ജീവിതം അത്ര കഠിനമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സൗദി മസ്രയിൽ ഒരു കൂട്ടിൽ മാത്രം 150 ആടുകളെങ്കിലും കാണും. അവിടെ ഇത്തരത്തിലുണ്ടായിരുന്ന 5ഓളം കൂടുകളിലെ 700 ആടുകളെയും 25ഓളം ഒട്ടകങ്ങളെയും പരിപാലിക്കലായിരുന്നു ജോലി. കൂട്ടത്തിൽ നാടൻ ആടുകളും ഉണ്ടായിരുന്നു. അവ ഭീകരമായി ഇടിച്ചു തെറിപ്പിച്ച് കളയുമായിരുന്നു. മസ്രക്ക് പുറത്ത് കട്ടിലിട്ടായിരുന്നു കിടന്നിരുന്നത്. മഴയത്തും വെയിലത്തും ജീവിക്കുക വളരെ കഠിനം. മരുഭൂമിയിലൂടെ 2 മണിക്കൂറോളം യാത്ര ചെയ്താലേ ആ മസ്രയിലെത്തുകയുള്ളൂ. ചുറ്റും നോക്കിയാൽ മണൽക്കുന്നുകൾ മാത്രം. ഇവിടെയുള്ള മസ്രയായിരുന്നെങ്കിൽ ജോലി കുറച്ചുകൂടി എളുപ്പമായിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇവിടെ മസ്രകളിൽ നിന്ന് നോക്കിയാൽ ചുറ്റുവട്ടത്തും കെട്ടിടങ്ങളും ആളുകളെയും കാണാം. അന്നത്തെ സാഹചര്യം സൗദിയിൽ പോലും ഇപ്പോഴില്ല. ഇന്ന് എല്ലാവരും മൊബൈൽ ഫോണുമായാണ് ആട് ഒട്ടക ജീവിതം നയിക്കാൻ പോകുന്നത്. അന്ന് മൊബൈൽ പോയിട്ട് കത്തെഴുതാൻ പോലും അവസരമില്ലായിരുന്നു. നോവൽ വായിച്ചോ സിനിമ കണ്ടോ മസ്രകളിൽ നിന്ന് ആരും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ നാട്ടിലുള്ള പലരും ഇത്തരം ജോലി ചെയ്തിരുന്നുവെന്ന് പറയാറുണ്ട്. 1993 കാലഘട്ടത്തിലാണ് നജീബ് സൗദി മരുഭൂമിയിലെ മസ്രയിൽ 2.5 വർഷത്തോളം ജീവിച്ചത്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ ശേഷം വീണ്ടും ബഹ്റൈനിലും ജോലി ചെയ്തു. എന്നാൽ ഗൾഫിനോട് സലാം പറഞ്ഞ് 4 വർഷം മുൻപ് അവിടെ നിന്നും മടങ്ങി. ഇപ്പോൾ നാട്ടിൽ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നു. ഗൾഫിൽ ഒരു ജോലി ശരിയാക്കാമെന്ന് ആടുജീവിതത്തിന്റെ സംവിധായകൻ ബ്ലെസ്സി പറഞ്ഞിരുന്നെങ്കിലും ഇനിയുള്ള കാലം കുടുംബത്തോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിരസിക്കുകയായിരുന്നു. പ്രവാസ ലോകത്തെ വെറുത്തതുകൊണ്ടല്ല, കുറെ കാലം കുടുംബത്തെ പിരിഞ്ഞാണല്ലോ ജീവിച്ചത്. ഇനി ബാക്കി കാലം അവരോടൊപ്പം ചെലവഴിക്കണം. മകൻ സഫീർ ബഹ്റൈനിലാണ് ജോലി ചെയ്യുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ.